ഇമിഗ്രേഷൻ റെയ്ഡും ഡീപ്പോർട്ടേഷനും വീണ്ടും ശക്തിപ്പെട്ടിരിക്കുന്നു. ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സെക്രട്ടറിയായി മാർക്ക് വെയിൻ മല്ലിൻ, മുൻ സെനറ്റർ, അദ്ദേഹം ചാർജ് എടുത്ത ശേഷം ഈ റെയ്ഡൊക്കെ വളരെ കുറവായിരുന്നു. അതിനെപ്പറ്റിയുള്ള വാർത്തകളും അധികം കേട്ടിരുന്നില്ല. എന്നാൽ അത് വീണ്ടും ശക്തിപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ. അതിലേറ്റവും ദുഃഖകരമായ കാര്യം 2 പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഒന്ന് ഹൂസ്റ്റണിൽ അരോജോ എന്ന് പറഞ്ഞൊരു 52-കാരൻ, മറ്റൊരാൾ മെയിനിൽ സെബാസ്റ്റ്യൻ ഗുരേരോ എന്ന് പറഞ്ഞൊരു 26-കാരൻ. 2 പേരും വാഹനത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ വാഹനം ഉദ്യോഗസ്ഥരുടെ നേരെ വാഹനം നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഉദ്യോഗസ്ഥരുടെ നേരെ ഈ വാഹനം കൊണ്ട് ചെന്നു എന്നാണ് പറയുന്നത്. അതിന് തെളിവുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, ഈ മുൻകാലങ്ങളിലും ഇവരിങ്ങനെ പറയുമെങ്കിലും അങ്ങനെയല്ല എന്നാണ് വീഡിയോ എവിഡൻസിലൂടെ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ള കാര്യം. ഇവിടെയും ഈ സെബാസ്റ്റ്യൻ ഗുരേരോയുടെ അയാൾ റെയ്ഡിന് ചെന്നപ്പോഴത്തേക്ക് അയാൾ വണ്ടിയിൽ കയറി പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് അയാൾ പബ്ലിക് സേഫ്റ്റി, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് അപകടകരമാണെന്ന് കണ്ടാണ് വെടിവെച്ചതെന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് വന്നത്. പിന്നീട് ഇയാൾ വെപ്പണൈസ് ചെയ്തു, ഈ വാഹനം വെപ്പണൈസ് ചെയ്ത് ഒരു ആയുധം പോലെ ഇവർക്ക് നേരെ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങി. അന്നേരമാണ് വെടിവെച്ചതെന്ന് വീണ്ടും ഒരു വിശദീകരണം വന്നു. അപ്പോൾ ഇതിലെ രസകരം, ഇവർ 2 പേരെയും അറസ്റ്റ് ചെയ്യാനല്ല ഈ IC ചെന്നതെന്നാണ് പറയുന്നത്. ഈ അരോജോ എന്തോ വർക്ക് പെർമിറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ ലീഗലാകാനുള്ള ഏതാനും അവസാന ഘട്ടം നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റും എല്ലാം കഴിഞ്ഞതാണ്. ഇനി ഗുരേര് 35 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നയാളാണ്, മക്കളൊക്കെ സിറ്റിസൺസുമാണ്. പിന്നെ ഈ സെബാസ്റ്റ്യൻ ഗുരേരോ ആണെങ്കിൽ 26 വയസ്സ്, അങ്ങേരുടെ 3 വയസ്സുള്ള കൊച്ച് നോക്കി നിൽക്കുകയാണ് അയാൾ വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ 2 സംഭവത്തിന് ശേഷം ഈ ഹോംലാൻഡ് സെക്യൂരിറ്റി ഉത്തരവിട്ടിട്ടുണ്ട്, ഇങ്ങനെ കഴിയുന്നത്ര വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് അറസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. എന്തായാലും വളരെ ഖേദകരമായ, വളരെ വേദനാജനകമായ കാര്യമാണിത്. ഇപ്പം നമ്മൾ ലീഗലായിരിക്കാം, ഇല്ലീഗലായിരിക്കാം, പക്ഷേ കൊല്ലപ്പെടുന്നത് മനുഷ്യരാണ്. അവരെവിടെ നിന്ന് വന്നതായാലും, മെക്സിക്കോയിൽ നിന്ന് വന്നതായാലും, ഇന്ത്യയിൽ നിന്ന് വന്നതായാലും, അല്ലെങ്കിൽ സിഖുകാരനോ യഹൂദനോ അല്ലെങ്കിൽ ഏത് ജാതിക്കാരനായാലും അവരെല്ലാം മനുഷ്യരാണെന്നുള്ള ആ ഒരു ചിന്താഗതി അവിടെ മറന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഇമിഗ്രേഷൻ റെയ്ഡിൻ്റെയൊക്കെ കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് ഇവിടെ ഈ കൃത്യമായി ഇന്നയാളല്ല ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്, എന്നിട്ടല്ലേ അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടത്. അതിന് പുറമെ ഈ ജോലിക്ക് പോകുന്നവർ അല്ലെ വെളുപ്പാങ്കാലത്ത് ചെന്ന് വീടുകളിൽ ചെന്ന് റെയ്ഡ് ചെയ്യാൻ മാത്രമുള്ള പ്രശ്നം എന്താണ്, അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ, കുറ്റകൃത്യങ്ങൾ എന്താണ്? ഇവർ അതിർത്തി കടന്ന് വന്നു എന്നുള്ളത് നേര് തന്നെയാണ്. ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഈ അതിർത്തി കടന്ന് വരുന്നത്? പട്ടിണിയും ദാരിദ്ര്യവും ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നു. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരോടാണ് ഈ ക്രൂരമായിട്ട് പെരുമാറുന്നത്. അത് അക്കാര്യത്തിൽ ഇന്ത്യയും ഒട്ടും മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ പല നിലപാടുകളും ഈ അഭയാർത്ഥികൾക്കെതിരായിട്ടും ഇല്ലീഗലായിട്ട് താമസിക്കുന്നവർക്കെതിരായിട്ടുള്ള ഇന്ത്യയിലെ നടപടികളും അത് നമ്മൾ മനുഷ്യത്വപരമായിട്ട് വേണം ചെയ്യാനെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും തോന്നിയിട്ടില്ല. രോഹിംഗ്യകളോടും മറ്റുമുള്ള നിലപാടുകൾ അത് ശരിയല്ല. അവരെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ ഭൂമി നമുക്കെല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പം ആരെയും തള്ളിക്കളയാനും ഒക്കെ ഒരു പരിധിക്കപ്പുറത്ത് ഇപ്പം അതിർത്തി തുറന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് നമുക്കും ആർക്കും ഇഷ്ടമില്ല. എന്നല്ലാതെ ഇവിടെ സെറ്റിലായിരിക്കുന്നവർ, മര്യാദയ്ക്ക് ജീവിക്കുന്നവർ, അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ക്രൂരമായിട്ട് വലിച്ചടിച്ച് തിരിച്ച് അയക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോജിക്ക്, അതിനെ അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ടെന്ന് നമുക്കറിയാം. ഈ ഭൂമിയിൽ ഈ അമേരിക്കയിൽ കുറച്ച് പേര് മാത്രം മതി, ഒരു വിഭാഗം ആളുകൾ മാത്രം മതി എന്നൊക്കെ കരുതുന്നവർ, നമ്മുടെ മലയാളികളിൽ തന്നെ നല്ലൊരു വിഭാഗം അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടെന്ന് അറിയാം. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ രാജ്യം വളരെ വിശാലമായ രാജ്യമാണ്. ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിവുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അവരുടെ തലമുറ, അവരുടെ കുടുംബം 1-2 തലമുറയ്ക്ക് മുന്നേ വന്നതായിരിക്കാം. അങ്ങനെ കുറച്ച് മുമ്പേ വന്നു എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ ഒരു ആനുകൂല്യം. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും തൽക്കാലം ഏതായാലും ഈ വാഹനത്തിൽ വെച്ചുള്ള വാഹനം സ്റ്റോപ്പ് ചെയ്തുള്ള അറസ്റ്റ്, അതിന് ഒരു താൽക്കാലിക വിരാമം വന്നിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റ ശേഷം 22 വെടിവയ്പുണ്ടായി, 10-20 പേർക്ക് പരിക്കേറ്റു, 6 പേര് കൊല്ലപ്പെട്ടു. അതിൽ 3 പേര്
സിറ്റിസൻസാണ്, അമേരിക്കൻ സിറ്റിസൻസാണ്, പിന്നെ എന്താണ് പറയുന്നത്. അപ്പം അങ്ങനെ ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഖേദകരമാണ്. അല്ലാതെ തന്നെ നിയമപരമായിട്ടൊക്കെ ഇത് നേരിടാൻ കഴിയില്ല. ഇവരൊന്നും ഒളിച്ചു പോകുന്ന ആളുകളല്ലല്ലോ, ആ സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകളാണല്ലോ. എന്തായാലും പിന്നെ ഇതിനൊരു മാറ്റമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം, ആശിക്കാം.